ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. ഇന്ന് IPL നടക്കുന്ന മത്സരത്തിൽ RCB കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 RCBയുടെ മൈതാനമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ആദ്യത്തെ ഹോം മത്സരമാണ് RCB ഇന്ന് കളിക്കുന്നത്. നേരത്തെ കളിച്ച 2 അവേ മത്സരങ്ങളിലും വിജയിക്കാൻ RCBക്ക് കഴിഞ്ഞിട്ടുണ്ട്. KKRനെ പരാജയപ്പെടുത്തി, CSKയെ പരാജയപ്പെടുത്തി. അതിനുശേഷമാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടാൻ ഇപ്പോൾ RCB വരുന്നത്. ഗുജറാത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യ മത്സരത്തിൽ PBKSനോട് അവർ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ 2 ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആകെ 5 മത്സരങ്ങളാണ് RCBയും ഗുജറാത്തും തമ്മിൽ പരസ്പരം കളിച്ചിട്ടുള്ളത്. അതിൽ 3 മത്സരങ്ങളിൽ വിജയിക്കാൻ RCBക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 മത്സരങ്ങളിൽ ഗുജറാത്ത് വിജയിച്ചിട്ടുണ്ട്. ഇനി റിസൾട്ടുകൾ ഒന്നും ഇല്ലാത്ത മത്സരങ്ങൾ സംഭവിച്ചിട്ടില്ല. RCBയുടെ ഹയസ്റ്റ് സ്കോർ വരുന്നത് 206 ആണ്. GTയുടെ ഹയസ്റ്റ് സ്കോർ വരുന്നത് 200 ആണ്. ലോവസ്റ്റ് സ്കോറിലേക്ക് വരുമ്പോൾ RCBയുടേത് 170 ആണ്. അതേസമയം GTയുടേത് 147 ആണ്. ഇവിടെ ചെറിയ ഒരു മുൻതൂക്കം അവകാശപ്പെടാൻ RCBക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും 2 ടീമുകളുടെയും നിരയിൽ ആരൊക്കെ ഇറങ്ങും, ആ ഒരു പ്രോബബിൾ 11 നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. RCBയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ കഴിഞ്ഞ 11ൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ദേവ്ദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, ലിയാം ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹൈസൽവുഡ്, യശ് ദയാൽ എന്നിവരായിരിക്കും RCBയുടെ നിരയിൽ ഉണ്ടാവുക. ഇമ്പാക്ട് പ്ലെയർ ആയിക്കൊണ്ട് സുയാഷ് ശർമ്മയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു പ്രോബബിൾ 11ലേക്ക് വരുമ്പോൾ ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, ഷെർഫൈൻ റുദർഫോർഡ്, ഷാരൂഖ് ഖാൻ, രാഹുൽ തവാത്തിയ, റാഷിദ് ഖാൻ, അതുപോലെ തന്നെ സായ് കിഷോർ, കാഗിസോ റബാദ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ. ഇനി ഇമ്പാക്ട് പ്ലെയർ ആയിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇഷാന്ത് ശർമ്മയെ പരിഗണിക്കാം. ഇങ്ങനെയാണ് ഒരു പ്രോബബിൾ 11 വരുന്നത്. ഏതായാലും തുടർച്ചയായ 3ാമത്തെ വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് RCB ഇന്ന് ഇറങ്ങുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.